ഹലോ, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈം. നല്ലൊരു ദാൽ മഖനി ഉണ്ടാക്കാം. ദാൽ മഖനിക്ക് വേണ്ടി അതാ നമ്മൾ ബ്ലാക്ക് ഉറുദു ദാൽ അല്ലെങ്കിൽ കറുത്ത ഉഴുന്ന് സ്കിന്നോട് കൂടിയത് ഞാൻ പൊളിച്ച ദാലാണ് ഇടുന്നത് കേട്ടോ. പിന്നെ കിഡ്നി ബീൻസ് സ്പെഷ്യലായിട്ട് നമ്മൾ കപ്പ് ചിക്ക് പീസ് നമ്മളല്ലെങ്കിൽ വെളുത്ത കടലയും കൂടി ഇടുന്നുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ഓവർ നൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നു കേട്ടോ. നന്നായിട്ട് സോക്ക് ചെയ്തതിന് നന്നായിട്ട് മാഷാവും. നമുക്ക് ദാൽ നന്നായിട്ട് മാഷാവണം. നന്നായിട്ട് കുതിർത്ത് വെച്ചാൽ നന്നായിട്ട് മാഷാവും. ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ വാഷ് ചെയ്ത നന്നായിട്ട് വൃത്തിയാക്കിയ ദാൽ അല്ലെങ്കിൽ പരിപ്പ് എല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ട് വെച്ച് ഒരു ടൊമാറ്റോയും ഒരു ഒനിയനും ഒരു 4-5 പീസ് വെളുത്തുള്ളിയും 3 ഗ്രീൻ ചില്ലിയും കൂടി അത് നമ്മൾ ദാലിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കുകയാണ് കേട്ടോ. ഒപ്പം ഒരു സ്പൂണ് ഉപ്പും 2 കപ്പ് വെള്ളം അല്പം ടർമറിക്കും അതാ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് കുക്കാവാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 3-4 വിസിലെങ്കിലും എടുക്കണം. അതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്ത് മാഷ് ചെയ്യണം കേട്ടോ. ഒരു തവി കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്താൽ ദാൽ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ റെഡ് കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ ദാൽ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചെരുവ് എടുത്ത് വയ്ക്കുക. പറ്റിയൊരു പാത്രം എടുത്ത് വയ്ക്കുക. അതിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. അതിൽ കുറച്ച് ജീരകം ഇട്ടു. അതിൽ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും അല്പം ജിഞ്ചറും ഇട്ട് സോട്ട് ചെയ്തു. 2 ഉള്ളി ചെറുതായിട്ട് നോക്കിയത് കേട്ടോ, സവാള ഇതും കൂടിയിട്ട് നന്നായിട്ട് സോട്ടാകണം കേട്ടോ. നന്നായിട്ട് സോട്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മസാല ചേർക്കുക. തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ അതിന് ശേഷം മസാല റെഡിയാണ് കേട്ടോ. നമ്മളെല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ജീരകപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഒരു സ്പൂൺ ചില്ലി പൗഡർ, സോൾട്ടും കൂടി ഇട്ടു. അതിന് ശേഷം ഒരു 5 ടൊമാറ്റോ അല്ലെങ്കിൽ 4 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണെങ്കിൽ 4 എണ്ണം മതി കേട്ടോ. തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതാക്കി നുറുക്കി ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പ്യൂരെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് അല്പം ഒരു സ്പൂണ് ചേർക്കാം കേട്ടോ. അപ്പോൾ കുക്കായ തക്കാളി മിക്സറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാലിട്ടു. ഒരു 50 ഗ്രാം ടൊമാറ്റോ വെണ്ണ അതിൽ ചേർക്കണം കേട്ടോ. അതിന് ശേഷം ഒരു സ്പൂൺ നമ്മുടെ കസൂരി മേത്തി ഇട്ടുണ്ടെങ്കിൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ദാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെള്ളം അല്പം കുക്കായി പോയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയതിലേക്ക് നമ്മൾ ഒരു കപ്പ് ക്രീം നല്ല ഒരു കട്ടിയുള്ള സിംഗിൾ ക്രീം ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചോപ്പ്ഡ് കൊറിയൻ ലീവ്സ് ഇടാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ്ഡ് കൊറിയൻ ലീവ്സ് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദാൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ബ്രെഡോട് കൂടി കൂട്ടി കഴിക്കാൻ പാകത്തിന് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അതിൽ അല്പം നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു. ചപ്പാത്തിയുടെ കൂടെയോ തന്തൂർ റൊട്ടിയുടെ കൂടെയോ മറ്റേത് സ്ലൈസ് ബ്രെഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ അടിപൊളി ഒരു ദാൽ റെഡിയാകും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. താങ്ക് യു, യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. സജീസ് ഫ്ലേവർ ടൈൽ. ബൈ. താങ്ക് യു. എൻജോയ് ദ ലൈഫ്.